പോസ്റ്റൽ വോട്ട് ചെയ്യേണ്ട രീതിയിൽ മാറ്റം. സാധാരണയുണ്ടായിരുന്ന വോട്ട് ചെയ്ത് തപാലിൽ അയക്കുന്ന രീതി ഇത്തവണയില്ല. പകരം 2 തരം ക്രമീകരണങ്ങളാണ് നിലവിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെല്ലാം കളത്തിലിറങ്ങി വലിയ തരത്തിൽ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ഇപ്പോൾ കേരളം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ഘട്ടത്തിലാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് ചെയ്യേണ്ട രീതിയിൽ ഇപ്പോൾ അടിമുടി മാറ്റം വന്നിരിക്കുന്നു. ഇത്രനാളും പോസ്റ്റൽ വോട്ട് ചെയ്ത് തപാലിൽ അയക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ അത്തരമൊരു രീതി ഉണ്ടാകില്ല. പകരം 2 തരം മാറ്റങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ചുമതലയിലുള്ള ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ അഥവാ VFCകൾ സജ്ജമാക്കുമെന്നതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വന്തം നിയോജക മണ്ഡലങ്ങളിൽ ചെന്ന് വോട്ട് ചെയ്യാൻ പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകൾ ഒരുക്കുമെന്നും കമ്മീഷൻ അറിയിക്കുന്നു. പോളിംഗ് ചുമതലയുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ടിന് ഫോം 12 ഏപ്രിൽ 2 വരെയാണ് അപേക്ഷിക്കേണ്ടത്. കൂടാതെ വോട്ട് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റേഷൻ സെന്റർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള നിയമസഭാ മണ്ഡലത്തിലായിരിക്കും ഉണ്ടാവുക. അവിടെ തന്നെയായിരിക്കും 2ാം ഘട്ട പരിശീലന കേന്ദ്രവും നിങ്ങൾക്ക് ലഭിക്കുക. മാർച്ച് 31 മുതൽ ഏപ്രിൽ 8 വരെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരം സെന്ററുകൾ പ്രവർത്തിക്കും. മറ്റൊന്ന്, പോളിംഗ് ബൂത്തിലുണ്ടാകുന്ന എല്ലാ ക്രമീകരണങ്ങളും ഈ സെന്ററുകളിൽ ഒരുക്കുകയും ചെയ്യുമെന്നതാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ബാലറ്റിലായിരിക്കും വോട്ട് രേഖപ്പെടുത്തേണ്ടത്. വോട്ട് ചെയ്യാൻ വോട്ടർ ID കാർഡ്, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോസ്റ്റ് ചെയ്ത ഉത്തരവ് എന്നിവ നിർബന്ധമായും കയ്യിൽ കരുതണം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള നോൺ പോളിംഗ് ഓഫീസർക്ക്, അതായത് പോലീസ്, ഡ്രൈവർമാർ, നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർക്ക് വോട്ട് ചെയ്യാൻ ജില്ലാ കേന്ദ്രത്തിൽ മാത്രമായിരിക്കും വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുക. കൂടാതെ അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ടവർക്ക് വോട്ടവകാശമുള്ള നിയോജക മണ്ഡലങ്ങളിൽ തന്നെ പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ ഒരുക്കുന്നുണ്ട്. മാർച്ച് 31 മുതൽ ഏപ്രിൽ 6 വരെ അവിടെ ചെന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ഈ വോട്ട് ചെയ്തതിനു ശേഷം ബാലറ്റ് സ്ട്രോങ് റൂമിലായിരിക്കും സൂക്ഷിക്കുക. പോലീസ്, എക്സൈസ്, അഗ്നിരക്ഷാ സേന, റെയിൽവേ, KSRTC, BSNL, KSEB, തപാൽ വകുപ്പ് തുടങ്ങി 14 വിഭാഗങ്ങളിലെ ജീവനക്കാരാണ് അവശ്യ സേവന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ട് ചെയ്യാനുള്ള തിരക്കിൽ തന്നെയാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.